ഹലോ, രാത്രി ഒരു കൊച്ചു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാട്ടോ. ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്, ചോറൊക്കെ കഴിച്ചിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ പണികളൊക്കെ ഒന്ന് രാവിലത്തേക്കുള്ളത് തീർത്തു വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ എടുത്തതാണ്, കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ, നാടനല്ലാതാണ് തോന്നുന്നത്. കൂർക്ക മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടി കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് തൊലിയൊക്കെ കളയുകയാണ്. രാത്രിയിൽ കിച്ചണൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ, ഒരു കിച്ചൺ ക്ലീൻ ചെയ്തു. ഇനി അടുത്തത് കറിക്കൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണം. കുറുക്ക എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. നല്ല മണ്ണൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എത്ര കഴുകിയാലും കുറച്ച് പ്രയാസമാണ്. കുറേ അധികം വെള്ളം ഒഴിച്ച് കുറേ നേരം കഴിക്കുമെങ്കിൽ ഇതിൻ്റെ അഴുക്കൊക്കെ പോവുള്ളൂ കേട്ടോ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വലുതായാലും കുഴപ്പമില്ല. മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഇതെല്ലാം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അത് വേറൊരു ദിവസം എടുക്കാമല്ലോ, അതിനുവേണ്ടി മാറ്റി വെച്ചതാണ്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകും തോറും ഇതിൽ നിന്ന് എവിടുന്നാണ് ഇത്രയും മണ്ണും അഴുക്കും വരുന്നതെന്ന് അറിയില്ല. ശരിക്കും അഴുക്ക് വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു ഡപ്പയിലോട്ട് ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ എടുത്ത് മെഴുക്കുപുരട്ടി വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ചേട്ടായിക്ക് ചോറൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മെഴുക്കുപുരട്ടിക്കുള്ള കൂർക്കയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ചോറും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേറൊന്നുമില്ല, കൊച്ചു വ്ളോഗ് എല്ലാവരും കയറി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.